ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 5-ാം സ്കന്ധം 14-ാം അധ്യായം. ഭവാരണ്യരൂപക വ്യാഖ്യാനം. അദ്ദേഹം പറഞ്ഞു, ആ അർത്ഥലോഭിയായ കച്ചവട സംഘം ഈ ജീവലോകം തന്നെയാണ്. സത്വാദി ഗുണവിശേഷങ്ങളാൽ പുണ്യപാപ മിശ്രകർമ്മങ്ങളുടെ ഫലമായുണ്ടായ വിവിധ ദേഹങ്ങളെ സ്വീകരിക്കുക, ഉപേക്ഷിക്കുക എന്നിത്തരത്തിലുള്ള അനാദിപ്രപഞ്ചത്തെ അനുഭവിക്കുന്നതിനുള്ള ദ്വാരങ്ങളായ പഞ്ചേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അധീനതയിൽപ്പെടുകയാൽ ദുർഗമവനം പോലെ അതിദുർഘടവും ദുഃഖബഹുളവുമായ സംസാരത്തിൽ സർവേശ്വരനും ഷഡൈശ്വര്യപൂർണനുമായ വിഷ്ണുവിൻ്റെ അധീനതയിലിരിക്കുന്ന മായയാൽ പ്രവേശിപ്പിക്കപ്പെട്ട ജീവലോകം ധനലോഭിയായ കച്ചവട സംഘം കാട്ടിൽ അകപ്പെട്ട് വലയുന്നതുപോലെ സ്വകർമ്മഫലമായുള്ള സുഖദുഃഖങ്ങളെ അനുഭവിച്ചും കൊണ്ട് ചുടലക്കാട് പോലെ അമംഗളകരമായ ആ സംസാരാടവിയിൽ ഉഴന്ന് നിഷ്ഫലങ്ങളും അനേക വിഘ്നങ്ങൾ നിറഞ്ഞവയുമായ പല പ്രവൃത്തികളിലും ഏർപ്പെടുകയും ലോകഗുരുവായ ഭഗവാൻ ഹരിയുടെ പാദാരവിന്ദങ്ങളിലെ മധുകരങ്ങളുടെ അതായത് ഭക്തന്മാരുടെ സർവസന്താപഹരമായ മാർഗത്തെ, ഭക്തിമാർഗത്തെ അവലംബിക്കാതെ നട്ടം തിരിയുകയും ചെയ്യുകയാണ്. കാട്ടിലെ 6 ചോരന്മാർ എന്നു പറഞ്ഞത് 6 ഇന്ദ്രിയങ്ങളെ തന്നെയാണെന്നും ധരിച്ചു കൊള്ളുക. വളരെയേറെ ഭയപ്പെട്ട് മനുഷ്യൻ സമ്പാദിക്കുന്ന ധനം ധർമ്മത്തിന് ഉപയോഗിക്കാൻ യോഗ്യമായതാണ്. ധർമ്മം എന്നത് പരമപുരുഷനെ ആരാധിക്കുക എന്നതുമാണ്. ആ ധർമ്മം കൊണ്ടേ മരണാനന്തരം സദ്ഫലം ലഭിക്കുകയുള്ളൂ എന്നും മഹാന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ ധർമാർഹമായ ധനത്തെയാണ് ദർശന, സ്പർശന, ശ്രവണ, ആസ്വാദന, ഘ്രാണ സങ്കല്പാത്മകങ്ങളായ ഷഡിന്ദ്രിയ വൃത്തികളെ കൊണ്ട് കുൽസിത വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നതിനായി അജിതാത്മാക്കളായ ഭോഗശീലർ ഉപയോഗിക്കുന്നത്. ആത്മജയം സിദ്ധിച്ചിട്ടില്ലാത്ത, കൊള്ളരുതാത്ത തലവനോടുകൂടിയ ആ കച്ചവട സംഘത്തിൻ്റെ ധനത്തെ കൊള്ളക്കാരെന്ന പോലെ സംസാരത്തിൽ ഭ്രമിക്കുന്ന ജനത്തെ ഷഡിന്ദ്രിയങ്ങളും അപഹരിക്കുകയാണ്. ഇനിയും പറയാം, ആട്ടിൻകുട്ടിയെ ചെന്നായ്ക്കൾ എന്ന പോലെ സ്വകുടുംബമായ ധാരാപത്യാദികൾ തന്നെയാണ് ലുബ്ധനായ ആ കുടുംബി പൊത്തിക്കാത്തുവരുന്ന ധനത്തെ സ്വേച്ഛയ്ക്കെതിരായും കണ്ടുകൊണ്ടിരിക്കെ കവർന്നു കൊണ്ടുപോകുന്നത്. കൊല്ലം തോറും ഉഴുതു വൃത്തിയാക്കുന്നുണ്ടെങ്കിലും വിത്തുകളിൽ ചിലവ കെട്ടുപോകാതെ ഭൂമിക്കടിയിൽ തന്നെ കിടക്കുന്നതിനാൽ വീണ്ടും വിതയ്ക്കുന്ന കാലത്ത് അവ കളയായി മുളച്ച് കാട് കയറി കിടക്കുന്ന കൃഷിസ്ഥലം പോലെയാണ് കർമ്മക്ഷേത്രമായ ഗൃഹസ്ഥാശ്രമവും. അവിടെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ തീരെ ക്ഷയിച്ചു പോകുന്നില്ല, വാസനാരൂപത്തിൽ അവശേഷിക്കുന്നു. അതുകൊണ്ട് ഗാർഹസ്ഥ്യം കാമകരണ്ഡമായി, കാമങ്ങളുടെ സൂക്ഷിപ്പുപെട്ടിയായി പറയപ്പെടുന്നു. കാട്ടിൽ വെച്ച് കാട്ടീച്ചകളാലും കൊതുക്കളാലും പാറ്റകൾ, പക്ഷികൾ, തസ്കരന്മാർ, എലികൾ തുടങ്ങിയവയാലും ഉണ്ടാവുന്ന ഉപദ്രവം തന്നെയാണ് കർമ്മമാർഗത്തിൽ ഓരോരുത്തർക്കും നീചന്മാരായ മർത്യന്മാർ മൂലവും മറ്റും ഉണ്ടാവുന്നത്. അവർ പല വഴിക്കും ഗൃഹിയുടെ ബഹിപ്രാണനെ, അതായത് ധനത്തെ ഹരിക്കുന്നു. അങ്ങനെ കർമ്മമാർഗത്തിൽ അജ്ഞാനത്താലും കാമ്യകർമ്മങ്ങളാലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭോഗാസക്തനായി ഗന്ധർവനഗരമെന്ന പോലെ അഘടമാനമായിരിക്കുന്ന ഈ നരലോകത്തെ സത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ക്ഷണഭങ്കുരമായ ഈ ലോകത്തെ സർവസുഖകേന്ദ്രം എന്ന് അഭിമാനിക്കുന്നു. അതാണ് കാട്ടിലെ കച്ചവട സംഘത്തിൻ്റെ ഗന്ധർവനഗരപ്രാപ്തിയായി പറഞ്ഞിരിക്കുന്നത്. പാനഭോജന മൈഥുനാദിയിലുള്ള അത്യാഗ്രഹം നിമിത്തം മൃഗതൃഷ്ണോപമങ്ങളായ വിഷയങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഓടുന്നു. സകല ദോഷങ്ങളുടെയും വാസസ്ഥാനവും അഗ്നിപുരീഷം എന്ന്, അഗ്നിയുടെ മലം എന്ന് വിഖ്യാതവുമായ സുവർണത്തെ അതിൻ്റെ വർണ്ണത്താലും ഗുണത്താലും ആകൃഷ്ടനായിട്ട്, അതായത് രജോ ഗുണത്താൽ വിക്ഷിപ്തചിത്തനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതിനെയാണ് ശീതബാധ ഒഴിവാക്കാനായി അഗ്നിയെ അന്വേഷിക്കുമ്പോൾ കച്ചവട സംഘം അഗ്നിഭൂതത്തെ കണ്ടതായി പറഞ്ഞത്. ചിലപ്പോൾ ശരീരനിർവഹണത്തിനായി വീട്, ജലം, ധനം തുടങ്ങിയ വിവിധ ജീവനോപായങ്ങളായ പദാർത്ഥങ്ങളിലുള്ള അഭിനിവേശം നിമിത്തം സംസാര അടവിയിൽ മനുഷ്യൻ പരക്കം പായുന്നു. ചിലപ്പോൾ ചുഴലിക്കാറ്റിനോട് ഉപമിക്കാവുന്ന തരത്തിലുള്ള
യുവതിയെ മടിയിലിരുത്തുക, നിമിത്തമുണ്ടാവുന്ന അനുരാഗമാകുന്ന രജസ്സാൽ കണ്ണു കാണാത്തവൻ എന്ന പോലെ വർദ്ധിച്ച രജോ ഗുണത്തോടു കൂടിയവനായിട്ട് ദിഗ്ദേവതകളെ ആദരിക്കാതാവുന്നു. രാഗാന്ധത നിമിത്തം കർമ്മസാക്ഷികളായ സൂര്യാദിദേവന്മാരെ ആരാധിക്കാതെയിരിക്കുന്നു. അതാണ് ചക്രസമീരണോത്തമാം പാംസുക്കളാൽ ധിക്കറിയാതെ വന്നിടും എന്ന് പറഞ്ഞത്. മരുമരീചികയെ വിവരിക്കുന്നു. ചിലപ്പോൾ വിഷയഭോഗങ്ങൾ കേവലം വിദഗ്ധങ്ങളാണെന്ന് ഗ്രഹിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നാലും ദേഹാഭിമാനം നിമിത്തം സ്മൃതിഭ്രംശം സംഭവിച്ചിരിക്കുകയാൽ സുഖാഭാസങ്ങളുടെ പിന്നാലെ മരുമരീചികയുടെ പിന്നാലെ എന്ന പോലെ ഓടി നടക്കുന്നു. ചിലപ്പോൾ ശത്രുക്കളും രാജാക്കന്മാരും പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്യുന്ന അതികഠിനവും ക്രോധതീക്ഷ്ണവുമായ ഭർസനങ്ങൾ കാട്ടിൽ മണ്ണട്ടകളുടെയും മൂങ്ങകളുടെയും പരുഷ ശബ്ദങ്ങൾ എന്ന പോലെ ഹൃദയത്തെ ക്ഷോഭിപ്പിക്കുകയും ചെവികൾ തുളച്ചു കയറുകയും ചെയ്യും. അപുണ്യവൃക്ഷങ്ങളെ, കായ്ക്കാത്ത മരങ്ങളെ ആശ്രയിക്കും എന്നതിനെ വിവരിക്കുന്നു. പൂർവപുണ്യഫലം അനുഭവിച്ചു കഴിയുമ്പോൾ ഇഹപരങ്ങളിലൊന്നും ഉപയോഗപ്പെടാത്ത ധനത്തെ കാത്തുസൂക്ഷിച്ചു പോരുന്ന ജീവൻമൃതന്മാരെ കാട്ടിൽ വിശന്ന് ദാഹിച്ചു വലഞ്ഞ് കാഞ്ഞിരം മേന്തോന്നി തുടങ്ങിയ അപുണ്യവൃക്ഷങ്ങളെയും വിഷവള്ളികളെയും കച്ചവട സംഘം എന്ന പോലെ സ്വയം ഒന്നിനും കൊള്ളരുതാത്തതായി കഴിഞ്ഞ ആ മനുഷ്യൻ ചെന്ന് ആശ്രയിക്കുന്നു. മറ്റു ചിലപ്പോൾ വെള്ളമില്ലാത്ത നദികളിൽ ചെന്നിറങ്ങുന്നതുപോലെ ഇഹത്തിലും പരത്തിലും ദുഃഖമുണ്ടാക്കാൻ മാത്രം പ്രയോജനപ്പെടുന്ന പാഖണ്ഡമതത്തെ ദുർജന സംസർഗഫലമായി അവലംബിക്കാൻ ഇടവരുന്നു. പരസ്പരം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിനെ വിവരിക്കുന്നു. ശത്രുബാധയാൽ, പാപഫലത്താൽ അന്നാദികൾ തീരെ കിട്ടാതെ വിശന്നു പൊരിയുമ്പോൾ അച്ഛൻ്റെയോ മകൻ്റെയോ മുതലായി ഒരു കുശപ്പുല്ലെങ്കിലും വല്ലവരുടെ കയ്യിലും ഉണ്ടെന്ന് കാണുമ്പോൾ അവരുടെ സർവസ്വവും അഥവാ പിതാക്കളെയും പുത്രന്മാരെ തന്നെയും ഭക്ഷിക്കാൻ ഒരുങ്ങുകയായി, അതായത് നശിപ്പിക്കാൻ ഒരുങ്ങുകയായി. കാട്ടുതീയിൽ അകപ്പെടുന്നു എന്ന് പറഞ്ഞതിനെ വിവരിക്കുന്നു. ചിലപ്പോൾ വേണ്ടതൊന്നും കിട്ടാൻ വഴി കാണാതെ മേൽക്കുമേൽ ദുഃഖം ഭുജിക്കാൻ ഇടവരുന്ന ഗൃഹത്തിൽ ശോകാഗ്നിയാൽ വെന്തുനീറി ഹതാശനായി കഴിയുന്നു. യക്ഷന്മാർ പ്രാണാപഹാരം ചെയ്യുന്നു എന്ന് പറഞ്ഞതിനെ വിവരിക്കുന്നു. കാലത്തിൻ്റെ പ്രതികൂലതയാൽ വിരോധികളായിത്തീർന്ന രാജവർഗമാകുന്ന രക്ഷസിനാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ധനവും പ്രാണനും സന്തോഷാദിഭാവങ്ങളും എന്നർത്ഥം അപഹരിക്കപ്പെട്ട് മരിച്ചവനു തുല്യം ജീവിക്കുന്നു. ഗന്ധർവപുരം പ്രാപിക്കും എന്നു പറഞ്ഞതിലെ വ്യംഗ്യം. ചിലപ്പോൾ ഇല്ലാത്ത പിതൃപിതാമഹാദികളെക്കുറിച്ച് പല സങ്കല്പങ്ങളും ചെയ്യും. അങ്ങനെ വാസ്തവത്തിൽ ഇല്ലാത്ത പലതും ഉണ്ടായിട്ടുള്ളതുപോലെ സങ്കല്പിച്ച് സ്വപ്ന സമാനമായ ആനന്ദം അനുഭവിക്കുന്നു. കുന്നേറവേ കല്ലും മുള്ളും തറച്ച് സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞതിലെ വ്യംഗ്യം. ചിലപ്പോൾ ഗൃഹസ്ഥോചിത കർമ്മങ്ങൾ മുഴുവനും നടത്തണമെന്ന ഔത്സുക്യപരമാകുന്ന പർവ്വതം കയറാൻ പുറപ്പെടുകയും തന്മൂലം വന്നു ചേരുന്ന വ്യസനങ്ങളാൽ ക്ലിഷ്ടചിത്തനായി കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്തെത്തിച്ചേർന്നതുപോലെ തളർന്ന് അവശനാവുകയും ചെയ്യുന്നു. സ്വജനങ്ങളോടെല്ലാം ക്രോധിക്കുന്നു എന്നതിൻ്റെ സാരം. ചിലപ്പോൾ കത്തിക്കാളുന്ന ജഠരാഗ്നിയാൽ സർവശക്തിയും ചാമ്പലായി പോകവേ സ്വന്തം ഭാര്യാപുത്രാദികളോട് അനാവശ്യമായി ചാടിക്കയറും. മലമ്പാമ്പ് വിഴുങ്ങും എന്നതിൻ്റെ സാരം. വിശന്നു തളർന്ന് ഒടുവിൽ നിദ്രയാകുന്ന മലമ്പാമ്പിൻ്റെ വായിലകപ്പെട്ട് ശൂന്യാരണ്യത്തിലെന്ന പോലെ ഗാഢമായ ഇരുട്ടിൽ ഒരു ശവമെന്ന പോലെ ഒന്നും അറിയാതെ കിടക്കും. വിഷജന്തുക്കളുടെ കടിയേറ്റു വീഴും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. ചിലപ്പോൾ ദുർജനങ്ങളാകുന്ന വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് സ്വന്തം അഭിമാനമാകുന്ന ദംഷ്ട്ര കൊഴിഞ്ഞ് ക്ഷണനേരം പോലും സുഖമായൊന്നുറങ്ങാതെ ദുഃഖത്താൽ പതറുന്ന ഹൃദയത്തോടുകൂടി സകല ചിന്താശക്തിയും നശിച്ച് കേവലം അന്ധനെന്ന പോലെ പൊട്ടക്കിണറിൽ ചാടും, അതായത് അപകടത്തിൽ ചെന്നു വീഴും. തേൻ തേടി ഈച്ചക്കുത്തേറ്റു കുഴങ്ങുന്നു എന്ന് പറഞ്ഞതിലെ സാരം. സുഖഭോഗലവങ്ങളാകുന്ന തേൻതുള്ളികൾ അന്വേഷിച്ച് പരതാരങ്ങളെയോ പരദ്രവ്യത്തെയോ അപഹരിക്കാൻ ഒരുമ്പെടവേ രാജാവിനാലോ അതാതിൻ്റെ ഉടമസ്ഥന്മാരാലോ ദണ്ഡിക്കപ്പെട്ടവനായി കരയില്ലാത്ത നിരയത്തിൽ ചെന്നു വീഴുന്നു, അതായത് അനന്ത ദുഃഖം അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇഹപരങ്ങളിൽ കർമ്മമാർഗം സംസാരത്തിൻ്റെ വിളനിലമാണ് എന്ന് മഹാന്മാർ പറയുന്നത്. നന്നേ ക്ലേശിച്ച് സമ്പാദിച്ചതിനെ വല്ലോരും തട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞതിനെ വിവരിക്കുന്നു. വല്ല തരത്തിലും രാജാവിൽ നിന്നോ ഉടമസ്ഥന്മാരിൽ നിന്നോ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ വിഷമിച്ചു കിട്ടിയതിനെ
ആരെങ്കിലും തട്ടിയെടുത്തുകൊണ്ടു പോകും. അയാളുടെ കയ്യിൽ നിന്ന് മറ്റൊരുവനും. ഇതാണ് ലോക സ്വഭാവം. തണുപ്പും ചൂടും സഹിക്കവയ്യാതെ എന്ന് പറഞ്ഞതിൻ്റെ സാരം, ചിലപ്പോൾ കാറ്റും തണുപ്പും മറ്റും ദുസ്സഹമായിരിക്കുന്നത് പോലെ ആധിഭൗതികമോ ആധിദൈവികമോ ആധ്യാത്മികമോ ആയ ദുഃഖങ്ങൾ സഹിക്കാനാവാതെ വരികയും തന്നിവാരണത്തിനാവാതെ ദുരന്ത ചിന്തയാൽ വിഷണ്ണനാവുകയും ചെയ്യുന്നു. അന്യോന്യം ഇടപാട് ചെയ്ത് നശിക്കും എന്നതിനെ വിവരിക്കുന്നു. ചിലപ്പോൾ കൊള്ളക്കൊടുക്ക നടത്തി മറ്റേവനിൽ നിന്ന് ഒരു പണത്തിൻ്റെ 1/4 ഒടുവിൽ അപഹരിക്കുകയും തന്മൂലം ധനസംബന്ധമായ വഴക്കിൽപ്പെട്ട് പരസ്പര വിരോധികളായി മാറാൻ ഇടവരികയും ചെയ്യുന്നു. ഈ കർമ്മമാർഗത്തിൽ ഈദൃശങ്ങളായ അനേകം വിപത്തുകളും സുഖം, ദുഃഖം, രാഗം, ദ്വേഷം, ഭയം, അഭിമാനം, പ്രമാദം, ഉന്മാദം, ശോകം, മോഹം, ലോഭം, മാത്സര്യം, ഈർഷ്യ, അവമാനം, വിശപ്പ്, ദാഹം, ആധി, വ്യാധി, ജന്മം, ജര, മരണം തുടങ്ങിയവയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്യന്ത ആസക്തി മൂലം ദുഃഖമുണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ സാരം, ദേവമായാരൂപിണിയായ സ്ത്രീയുടെ വല്ലീകോമളങ്ങളായ ഭുജങ്ങളാൽ ആലിംഗനം ചെയ്യപ്പെടുകയും വിവേകവും അറിവുമെല്ലാം നശിച്ച് അവൾക്ക് വിഹരിക്കാനുള്ള ഗൃഹം ചമയ്ക്കുന്നതിൽ ഏർപ്പെട്ട് നന്നേ ആകുലപ്പെടുകയും അവൾ നിമിത്തമായുണ്ടായ പുത്രീപുത്രന്മാരുടെയും അവളുടെ തന്നെയും വാക്കും നോട്ടവും കളികളും കൊണ്ട് അപഹൃത ചിത്തവൃത്തിയായി തീരുകയും ചെയ്ത ആ അജിതാത്മാവ് സ്വയം കരകാണാത്ത മഹാതമസിൽ വീണ് കേഴുന്നു. സിംഹഭയാക്രാന്തനാവും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, പരമാണു മുതൽ ദ്വിപരാർത്ഥാവസാനം വരേക്കുള്ളതും കാലമെന്ന പേരോട് കൂടിയതും ബ്രഹ്മാവ് മുതൽ ഒരു പുൽക്കൊടി വരേക്കുമുള്ള സകല ഭൂതജാലങ്ങളുടെയും ആയുസ്സിനെ അവർ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അപഹരിക്കുന്നതും അപ്രമത്തവുമായ ഹരിചക്രത്തിൻ്റെ ശക്തിയേറിയ പരിഭ്രമണമാകുന്ന വയസ്സ് കടന്നു പോകുന്നതിൽ ഭയചകിതനായി സർവേശ്വരനായ യജ്ഞപുരുഷനെ ആദരിക്കാതെ പെരുമ്പരുന്ത്, കഴുകൻ, കുറ്റി എന്നിവ പോലെയുള്ള ശവക്കൊതിയുള്ള പാഷണ്ഡദേവതകളെ ദൈവിക ആചാരത്തിനും മൂലപ്രമാണങ്ങൾക്കും എതിരായി അവൻ ആശ്രയിക്കാൻ ഒരുങ്ങുന്നു. ഹരിചക്രം എന്നതിന് വിഷ്ണുവിൻ്റെ ചക്രം എന്നും സിംഹക്കൂട്ടമെന്നും അർത്ഥമുണ്ട്. പിന്നീട് ഹംസത്തെയും കുരങ്ങിനെയും മറ്റും ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതിലെ വ്യംഗ്യം, ആത്മസ്വരൂപത്തെ അറിയാത്ത പാഷണ്ഡരാൽ വഞ്ചിക്കപ്പെടുമ്പോൾ ബ്രഹ്മവംശത്തെ, അതായത് ഹംസത്തെ ആശ്രയിച്ചു നോക്കുന്നു. അവരുടെ സ്വഭാവവും ഉപനയനാദികളായ ശ്രൗതസ്മാർത്ഥ കർമ്മനിഷ്ഠയും യജ്ഞപുരുഷനായ ഭഗവാനെ ആരാധിക്കുന്ന രീതികളും മറ്റും സ്വന്തം അന്ധകരണശുദ്ധിയില്ലായ്മ കാരണം രുചിക്കാതെ വരികയും ശൂദ്രകുലത്തെ മൊച്ചയെ ചെന്ന് ആശ്രയിക്കുകയും കുരങ്ങുകളെ പോലുള്ള അവരുടെ മൈഥന രീതിയും കുടുംബഭരണ സമ്പ്രദായവുമെല്ലാം ഇഷ്ടപ്പെടുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവിടെ നിർബാധം സ്വേച്ഛ പോലെ ക്രീഡിക്കുകയും വിഷയാസക്തി മൂർധന്യത്തിലെത്തുകയും ഭാര്യാപുത്രാദികളെ തന്നെ നോക്കിക്കൊണ്ട് കാലക്ഷേപം ചെയ്യുകയും തൻ്റെ അന്ത്യകാലം അടുത്തെത്തിക്കഴിഞ്ഞു എന്ന കഥ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. പിന്നെ വൃക്ഷാദിയെ ആശ്രയിക്കുന്നു എന്നതിൻ്റെ താൽപ്പര്യം, വൃക്ഷാദിയെപ്പോലെ തനിയെ ദ്രവിച്ച് നശിച്ചു പോകുന്ന തുച്ഛങ്ങളായ ഐഹിക ഭോഗങ്ങളിലും ഗൃഹങ്ങളിലും രമിച്ച് ഭാര്യാപുത്രന്മാരിൽ അതിസ്നേഹത്തോടും സംഭോഗം തന്നെയാണ് പരമോത്സവം എന്ന വിശ്വാസത്തോടും കൂടി വാനരങ്ങളെപ്പോലെ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു. ഗിരിഗുഹാദിയിൽ വീഴുന്നു എന്നതിൻ്റെ സാരം, ഇങ്ങനെ കർമ്മമാർഗത്തിൽ ഏർപ്പെട്ടവൻ മൃത്യുവാകുന്ന ഗജത്തെ ഭയന്ന് ഗിരിഗുഹാന്തരത്തിൽ എന്ന പോലെ അന്ധകാരത്തിൽ, അതായത് അവിവേകത്തിൽ ചെന്നു പതിക്കുന്നു. കാറ്റ്, മഴ എന്നിവയാൽ ദുഃഖിക്കുന്നു എന്നതിൻ്റെ സാരം, ചിലപ്പോൾ ശീതവാതാദികളായ ത്രിവിധ താപങ്ങൾക്കും ഒരു പ്രതിവിധിയും കാണാതെ ഉഴന്ന ദുരന്തമായ വിഷയചിന്തയാൽ വിഷണ്ണനായിത്തീരുന്നു. ചിലപ്പോൾ ധനമോഹം നിമിത്തം ചെയ്യുന്ന ഇടപാടുകളിൽ വഴക്കടിച്ച് മറ്റുള്ളവരെ വഞ്ചിച്ച് കുറച്ചു വല്ല ധനവും അവൻ നേടിയെന്നു വരാം. അത് മുഴുവനും ഏതെങ്കിലും വഴിക്ക് ചോർന്നു പോകുമ്പോൾ കിടക്കാനോ ഇരിക്കാനോ ഉണ്ണാനോ ഒന്നിനും തന്നെ നിവൃത്തിയില്ലാതെയും സ്വന്തം മനോരഥങ്ങളൊന്നും സാധിക്കാതെയും കിട്ടിയത് എന്തായാലും എടുക്കാമെന്ന നിശ്ചയത്തോടുകൂടി കണ്ടയിടമെല്ലാം തെണ്ടിത്തിരിയുകയും പലരിൽ നിന്നും അവമാനാദികൾ അനുഭവിക്കാൻ ഇടവരികയും ചെയ്യുന്നു. ഇങ്ങനെ ധനവിഷയമായി പലരോടും വിരോധത്തിൽ വർത്തിക്കാനിടയാവുമെങ്കിലും ജന്മാന്തരവാസനയുടെ ഫലമായി അവർ തമ്മിൽ തന്നെ വിവാഹബന്ധങ്ങളിൽ പെടുകയും പിന്നീട് അത്തരം ബന്ധങ്ങൾ വേർപെടുത്തി കലഹിക്കുകയും ചെയ്യുന്നു. സംസാര അധ്വാവിൽ
ഏതാദൃശങ്ങളായ നാനാക്ലേശങ്ങളും വിപത്തുകളും നഷ്ടകഷ്ടങ്ങളും സഹിച്ച് തളർന്ന അവശരായി വീണവരെ അവിടെ തന്നെ വിട്ടേച്ചും വച്ച് മരിച്ചവരെപ്പറ്റി ഏതും ചിന്തിക്കാതെ ബാക്കിയുള്ളവർ പുതുതായി ലോകത്തിൽ പിറവിയെടുത്തവരെയും കൂട്ടി വ്യസനിച്ചും മോഹിച്ചും ഭയപ്പെട്ടും കലഹിച്ചും കരഞ്ഞും സന്തോഷിച്ചും പാടിയും സജ്ജനഭ്രഷ്ടരായും ബദ്ധരായും എവിടെ നിന്ന് തങ്ങൾ പുറപ്പെട്ടുവോ, യാതൊന്നു തങ്ങളുടെ യാത്രയുടെ പരമമായ ലക്ഷ്യമായി പറയപ്പെടുന്നുവോ അതിനെ അണയാതെ, അതായത് ഈശ്വരനെ പ്രാപിക്കാതെ ക്ലേശഭൂയിഷ്ഠമായ സംസാരയാത്ര ഇന്നും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പ്രാണിദ്രോഹവൃത്തിയെ ഉപേക്ഷിച്ചവരും ഉപശമശീലന്മാരും ചിത്തവൃത്തികളെ നിരോധിച്ചവരുമായ മുനികൾ നല്ലപോലെ അറിയുന്ന യോഗാനുശാസനത്തെ, ഭക്തിമാർഗമാണ് ഈശ്വരലാഭോപായം എന്ന സത്യത്തെ ഇവർ മനസ്സിലാക്കുന്നില്ല. യാഗാദി കർമ്മങ്ങൾ നടത്തി ദിഗ്ഗജങ്ങളെപ്പോലും ജയിച്ച രാജർഷികൾ പോലും ഈ ഭൂമി എൻ്റേതാണെന്ന അഹന്തയാൽ എപ്പോഴും പോരടിച്ച് വൈരത്തിനെല്ലാം കാരണമായി വന്ന ആ ഭൂമിയിൽ തന്നെ യുദ്ധത്തിൽ തോറ്റ് സ്വശരീരങ്ങളെ ഉപേക്ഷിക്കേണ്ടതായും വരുന്നു എന്നല്ലാതെ സംസാര നിവൃത്തിയെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. വല്ലിയെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം, കർമ്മമാകുന്ന വല്ലിയിൽ പിടിച്ചു തൂങ്ങി എങ്ങനെയോ ആപന്നരകത്തിൽ നിന്ന് തൽക്കാലം മുക്തനായി ഉപരിഗതനായി തീർന്നുവെങ്കിലും പിന്നെയും സംസാരാധ്വാവിൽ തന്നെ വന്നു ചേർന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗാദിലോകങ്ങൾ പ്രാപിച്ചു പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിൽ തന്നെ വന്നു പിറന്ന് കച്ചവട സംഘമെന്ന പോലെ നരലോകം കഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രകീർത്തിക്കപ്പെടുന്നു. ഭരതർഷിയുടെ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന ഏതാനും പൂർവശ്ലോകങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നു. അന്യഭൂപന്നാർഷഭനാമം മഹാത്മാവുതൻ പഥം ഈച്ചയ്ക്കുതാർക്ഷ്യമാർഗം പോൽ മനസ്സാലും ദുരാസദം ഹൃദ്യവും ദുസ്ത്യജവുമാം ഗൃഹധാരസുതാദിയെ ചെറുപ്പന്നേ മലം പോലെ വിട്ടതാർ ഹരിഭക്തിയാൽ തന്നിൽ കനിഞ്ഞിടുകിലും സുരരും കുതിക്കും ആ ലക്ഷ്മിയെയും അഥ രാജ്യധനാദിയെയും കാക്ഷിച്ചതില്ലവൻ. അഹോ, ഹരിഭക്തിമഗ്നരായോർക്കു മുക്തിപദവും ഹഹ തുച്ഛമല്ലോ. യജ്ഞാതിധർമ്മപതി യജ്ഞഫലസ്വരൂപൻ ജ്ഞാനസ്വരൂപി ഭഗവാൻ ഹരിയോഗഗമ്യൻ നാരായണൻ ശരണം എന്നു പറഞ്ഞു മാനിൻ ദേഹം ത്യജിച്ചതവൻ ആരവനോടു തുല്യൻ. ഭഗവത് ഭക്തന്മാർ ആദരിക്കുന്നവയും പരിശുദ്ധങ്ങളുമായ ഏതാദൃശ ഗുണകർമ്മങ്ങളോടുകൂടിയ ഭരതരാജർഷിയുടെ ക്ഷേമസാധകവും ആയുഷ്കരവും ധന്യവും യശോവർദ്ധകവും സ്വർഗമോക്ഷപ്രദവുമായ ഈ ഉപാഖ്യാനത്തെ ആര് സാദരം കേൾക്കുകയോ കേൾപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നുവോ അവന് സർവ ആശിസ്സുകളും ആത്മസ്വരൂപനായ ഭഗവാങ്കൽ നിന്നു തന്നെ സിദ്ധിക്കും. അവന് മറ്റാരിൽ നിന്നും ഒന്നും കാക്ഷിക്കേണ്ടതായി വരില്ല. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 14-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.